റോയിച്ചായ ഛത്തീസ്ഗഡിൽ 2 ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ, അത് മലയാളികൾ, മതപരിവർത്തനം, മനുഷ്യക്കടത്തടക്കം അറസ്റ്റിലായിട്ടുണ്ട്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സംഘത്തെയാണ് കേരളത്തിലെ BJP ഛത്തീസ്ഗഡിലേക്ക് അയച്ചിരിക്കുന്നത്. ഇത്രയും മനുഷ്യത്വപരമായി പെരുമാറുന്ന BJPയോട് ഈ ക്രിസ്ത്യൻ സംഘടനകൾ ഉന്നയിക്കുന്ന എതിർപ്പിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, അവരുടെ മനുഷ്യത്വപരമായ ഇടപാടുകൾ എന്താണെന്നുള്ള കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. BJPയുടെ ക്രിസ്ത്യാനികളോടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുള്ള മനുഷ്യത്വപരമായ ഇടപെടലുകൾ എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 11 വർഷത്തിനിടെ, അതായത് 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടങ്ങളിൽ, 24 ഡിസംബർ 31 വരെയുള്ള കാലഘട്ടത്തിൽ 4316 കേസുകളാണ് ക്രൈസ്തവ ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകൾ എല്ലാം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പുതിയതായിട്ടൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് 2 മലയാളി കന്യാസ്ത്രീകൾ അവർ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആഗ്രയിലേക്കുള്ള യാത്ര ചെയ്യാൻ വേണ്ടി അവരുടെ ആശുപത്രിയിൽ, ഫാത്തിമ എന്ന് പറയുന്ന ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി 3 പെൺകുട്ടികളുമായിട്ട് വന്നതാണ്. അപ്പോൾ അവരെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് പിടിച്ചു എന്ന് പറയുന്നു. ശരി, റെയിൽവേ TTR പിടിച്ചതാണ്. TTR പിടിച്ചതിന് ശേഷം നടക്കുന്ന പരിപാടി എന്താണ്? ഉടനെ സംഘപരിവാറിൻ്റെ ഈ സംഘടനയായ ബജറംഗദൾ പ്രവർത്തകർ വരുന്നു, പിടികൂടുന്നു. ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഭയങ്കരമായ പരസ്യ വിചാരണയും ഒക്കെ നടക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് ഈ നിയമം കയ്യിലെടുത്തുകൊണ്ട് ഈ ബജറംഗദൾ പ്രവർത്തകർ അവിടെ സംഘടിക്കുകയൊക്കെ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ രാജ്യത്ത് എല്ലാവർക്കും ജീവിക്കാനും എല്ലാവർക്കും മതം പ്രചരിപ്പിക്കാനുമുള്ള അവകാശം നൽകുന്ന ഭരണഘടനയാണ് നമ്മുടേത്. അതേക്കുറിച്ചൊന്നും BJPക്കാർ പറയുന്നേ ഇല്ല. മതപരിവർത്തനം. ഈ ഇന്ത്യയിൽ ഈ ഇത്രയും നാളിനിടയിൽ എത്ര പേരെയാണ് മതപരിവർത്തനം വന്നു എന്ന് തെളിയിക്കപ്പെടാൻ കഴിയും? ഞാൻ ഈ പറഞ്ഞ 4316 കേസുകളിൽ എത്ര കേസുകളിൽ മതപരിവർത്തനം നടന്നു അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തിയെന്ന് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. അപ്പം ഇത് RSSൻ്റെ പ്രഖ്യാപിത നയമാണ്. ക്രിസ്ത്യൻ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് അവരുടെ പ്രഖ്യാപിത നയങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ മറ്റു മതങ്ങൾക്ക് പ്രവർത്തിക്കാൻ അനുവാദം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങളെ പരമാവധി വേട്ടയാടുക എന്നുള്ളതാണ് അവരുടെ മുമ്പിലുള്ള പ്രഖ്യാപിത നയം തന്നെയാണ്. അപ്പോൾ അതന്വേഷിച്ച് ഇവിടുന്ന് സംഘം പോയിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം BJP അവരുടെ പ്രഖ്യാപിത നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവുകയോ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തെറ്റാണെന്ന് പറയാൻ പോലും BJPയുടെ ദേശീയ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഒന്നും തയ്യാറായി. ഈ അനൂപ് ആൻ്റണിയും ഷോൺ ജോർജുമാണ് പോകുന്നത്. ഈ 2 മഹാന്മാർ പോലും പറഞ്ഞിട്ടില്ല ഈ കാണിച്ചതൊക്കെ തെറ്റാണെന്നോ ഇങ്ങനെ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ ഇല്ലയോ, പെരുമാറുന്നത് ശരിയാണോ എന്ന് പോലും പറയാൻ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ അവർ ഇതിൻ്റെ ഓളം പിടിച്ച് കൂടെ എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ BJPയുടെ നയങ്ങളെ തിരുത്താനോ BJP അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പ്രധാനമന്ത്രിയുടെ എത്രയോ തവണ ഇന്ത്യയിലെ ക്രൈസ്തവ സംഘടനകൾ ഇത് സംബന്ധിച്ച് ഈ ക്രൈസ്തവ വേട്ടയ്ക്കെതിരായിട്ട് പരാതി എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ അടുത്ത് പരാതി പറഞ്ഞു എന്ന് പറയുന്നത് എന്തെങ്കിലും നടന്നോ? ഒന്നും നടന്നിട്ടില്ല. അത് അന്ന് മുതലുള്ള ആക്രമണങ്ങൾ ഒരു തടസ്സവുമില്ലാതെ നടന്നു വരികയാണ്. അതിനകത്ത് അവർക്കൊരു കുറ്റബോധം തന്നെ ഇല്ല. കാരണം ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതായത് ഈ സംഘം ഇപ്പോൾ പോകുന്നത് ഇപ്പോഴും നടക്കുന്ന ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ എന്തെങ്കിലും ഒരു ന്യായീകരിക്കാനുള്ള വകുപ്പ് ഉണ്ടാവുമെന്ന് തേടാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഇന്ന് BJP നേതാക്കളെല്ലാം, കേരളത്തിലെ BJP നേതാക്കൾ പ്രത്യേകിച്ച് ഈ നടത്തിയ കമൻറ്റുകളെല്ലാം അവർ മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ടോ, മതപരിവർത്തനത്തിന് ശ്രമിച്ചിട്ടുണ്ടോ എന്നല്ല ഒരു പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്, അവരുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത്. അത്തരത്തിൽ എന്തെങ്കിലും ന്യായീകരണത്തിനുള്ള സാധ്യത തേടി പോകുന്നതോ ആവില്ലേ? അത് തന്നെ. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് വേറെ കാര്യമൊന്നുമില്ല. ഞാനതാ പറഞ്ഞത്, അവരെ ഈ നടന്ന ഈ ഛത്തീസ്ഗഡ് സർക്കാരിൻ്റെ ഈ നിലപാട് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസെടുക്കാൻ എന്തെങ്കിലും ന്യായമുണ്ടെന്നോ ഒന്നും പറയാതാണല്ലോ അവർ പറയുന്നത്. പട്ടാപ്പകൽ 2 പെൺകുട്ടികളെ കൊണ്ട് പോകുന്നവരെ മതം മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ? അത് സംബന്ധിച്ചുള്ള തെളിവുകൾ വേണ്ടേ? പ്രായപൂർത്തിയായ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ കൺസെൻറ്റോടുകൂടി പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിനൊക്കെ രേഖകളും തെളിവുകളും ഉള്ളതാണ്. പിന്നെ എങ്ങനെയാണ് BJPയുടെ ഈ മറ്റൊരു സംഘടനയായ ബജറംഗദളിൻ്റെ എങ്ങനെയാണ് നിയമം കയ്യിലെടുക്കാൻ ആരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? അവരാണോ നിയമം നടപ്പിലാക്കേണ്ടത്? അല്ലല്ലോ. അപ്പോൾ അതിനൊക്കെ ഈ BJPയുടെ നേതാക്കന്മാർ പോയി എന്ന് പറയുന്നത് എന്തിനാണ് ഇവർ പോയത്? കേരളത്തിലെ കന്യാസ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട് വരാനൊന്നുമല്ല. ഇവിടെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ, കാരണം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്താണ് മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വല്ലതും 1-2 വോട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് കരുതി അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീടുകളിലും അരമനകളിലും കേക്ക് കെട്ടിപ്പിടുത്തവുമായിട്ടൊക്കെ കയറി ഇറങ്ങിയത്. അതിനകത്തെ തട്ടിപ്പാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ കെട്ടിപ്പിടുത്തവും അവിടെ കയ്യിൽ വിലങ്ങ് വെക്കുകയും ചെയ്യുന്ന നെറികേടാണ് കാണിക്കുന്നു എന്നുള്ളത് പുറത്തു വന്നു. അത്
പുറത്ത് വന്നതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് സംഘം പോകുന്നു എന്നൊക്കെയുള്ള കഥകൾ പറയുന്നത്. നമ്മൾ നോക്കി ഈ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി നടക്കുന്ന ആക്രമണങ്ങളെ ഒരു വാക്കുകൊണ്ട് പോലും കേരളത്തിലെയോ ദേശീയ തലത്തിലെയോ നേതാക്കന്മാർ അപലപിക്കുകയോ അത് തെറ്റാണെന്ന് പോലും പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പിന്നെ ഇവരുടെ ഈ ഫാക്ട് ഫൈൻഡിങ് ടീം അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലെങ്കിൽ ഇവർ പോകുന്ന അവരവിടെ ഓൾറെഡി കേസെടുത്ത് അവരകത്തായി കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനകത്തുനിന്ന് എന്ത് കണ്ടുപിടിക്കാനാണ്? അത് ശ്രീജിത്ത് പറഞ്ഞ പോലെ എന്തെങ്കിലും ന്യായീകരണം നേടാനുള്ള വകുപ്പുണ്ടോ ഇല്ലയോ നോക്കി പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ. കാരണം ഇവരെ എങ്ങനെ ഇന്ത്യയിലെ ക്രിസ്ത്യാനികളും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളും BJP പോലൊരു പാർട്ടിയെ വിശ്വസിക്കുമെന്നുള്ള പ്രസക്തമായ ചോദ്യമാണ് വരുന്നത്. നിങ്ങളുടെ അജണ്ടയിലെ പ്രധാന കാര്യം തന്നെ RSSൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ഗോൾവാൾക്കറുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്, ആഭ്യന്തര സുരക്ഷയ്ക്ക് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഭീഷണിയാണെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭീഷണിയുടെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അതല്ലാന്ന് ഇവർക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ. പിന്നെ ഒരു സംഘം മെത്രാന്മാരെ EDയും ഇൻകം ടാക്സും CBI ഒക്കെ കാണിച്ച് പേടിപ്പിച്ച് നിശബ്ദരാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് എത്ര നാൾ കഴിയും? ഓരോ ദിവസവും ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കേവലം 2.38% മാത്രമുള്ള ഒരു ജനവിഭാഗത്തെ നിങ്ങൾ ഇത്തരത്തിൽ എന്തിനു വേട്ടയാടുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഇവർ പറയുന്ന പോലെ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തുണ്ടായിരുന്ന 2.38-നകത്തുനിന്ന് 1% പോലും കൂടിയിട്ടില്ല. നമ്മുടെ ഈ 2011 സെൻസസ് അനുസരിച്ച് പോലും അത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എവിടെയാണ് ഈ മതപരിവർത്തനം നടക്കുന്നു എന്നുള്ള ചോദ്യത്തിന് BJP ആണ് ഉത്തരം പറയേണ്ടത്. എവിടെ നടക്കുന്നു? ആരെ മതപരിവർത്തനം നടത്തി ജനസംഖ്യ കൂട്ടുന്നു? ഇവിടെ ഇപ്പോൾ BJP അവരുടെ നയം നടപ്പിലാക്കുന്നു, അവരവരുടെ നയവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഒപ്പം തന്നെ ഈ ഉത്തരേന്ത്യയിലടക്കം ഇത്രയും ക്രൈസ്തവർ വേട്ടയാടപ്പെടുമ്പോൾ കേരളത്തിലെ സഭാ നേതൃത്വത്തിൻ്റെ ഒരു മൗനമുണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോഴും 4 ചുറ്റിലും വിമർശനവും സഭയ്ക്കുള്ളിൽ തന്നെ പ്രശ്നമായപ്പോഴാണ് ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രതികരണം നടത്തിയത്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട CBCയുടെ പ്രസിഡന്റ് മാർ ആൻഡ്രൂസ് താഴത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയിൽ സംഘപരിവാർ എന്ന് ഒരു തവണ പോലും പറയാതിരിക്കാനുള്ള പ്രത്യേക കരുതലാണ് എടുത്തത്. അത്രയും ഭയമാണ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് CBCയുടെ തലപ്പത്തിരിക്കുകയാണ്. ഈ രാജ്യവ്യാപകമായി ഇത്തരം ആക്രമണങ്ങൾക്ക് നടന്നിട്ട് പോലും അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു നേതൃത്വമാണ് ഇപ്പോൾ CBCയുടെ ഇരിക്കുന്നത്. കാരണം അതിനകത്തൊരു കാരണമുണ്ട്. ഇവരെയൊക്കെ തന്നെ ഈ കേന്ദ്ര ഏജൻസികളെ കാണിച്ച് പേടിപ്പിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇവരുടെ കയ്യിലൊക്കെ കണക്കില്ലാത്ത പണത്തിൻ്റെ രേഖകൾ ആവശ്യപ്പെട്ടാൽ പെട്ടുപോകുന്നുള്ളതുകൊണ്ടാണ് ഇതുവരെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഞാനതാ പറഞ്ഞത്, 2021 സ്റ്റാൻ സ്വാമിയെ ജയിലിൽ കിടന്ന് മരിക്കേണ്ട സാഹചര്യം വന്നിട്ട് അതേക്കുറിച്ചൊരു പ്രതിഷേധം പോലും കേരളത്തിലുണ്ടായില്ല. ഈ CBCയുടെ നേതാക്കന്മാർ KCBC ഒക്കെ ഉണ്ടല്ലോ, ഇവരാരും മിണ്ടിട്ടില്ല. അപ്പോൾ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ കീഴടങ്ങലും ഈ വാമൂടി കെട്ടി നിൽക്കുന്ന ഇവരുടെ ഈ നിലപാടാണ് ഇതിനെ വളം വെച്ചു കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യം. അപ്പം ഏത് തരത്തിൽ, കാരണം നമ്മൾ കണ്ടതാണല്ലോ, മോദിയുടെ ഭരണം ന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞത് ആരാണ്? ഈ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മോദിയെ പുകഴ്ത്താൻ ഒരു സംഘം ക്രൈസ്തവ നേതാക്കന്മാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് അവർക്ക് ധൈര്യപൂർവ്വം പറയാനുള്ള ധൈര്യമില്ലാത്തതാണ് ഒരു കാര്യം. അപ്പോൾ ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. നിങ്ങൾ ഈ BJPക്ക് ഇവിടെ വോട്ട് പിടിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ നിങ്ങളുടെ തന്നെ സഹോദര സഭകളിൽപ്പെട്ടവരാണ് വലിയ തോതിൽ ആക്രമണത്തിന് വിധേയരാകുന്നത്. ഇപ്പോൾ ഈ മലയാളി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു. ഈ വിഷയം പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായതുകൊണ്ടാണല്ലോ മെത്രാന്മാർക്ക് നാക്കെടുക്കാൻ പോലും ധൈര്യം ഉണ്ടായത്, ഇല്ലെങ്കിൽ മിണ്ടത്തില്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാ ദിവസവും, അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കനുസരിച്ച് പ്രതിദിനം 2 ക്രിസ്ത്യാനികൾ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഇപ്പോൾ തന്നെ ജനുവരി 1 മുതൽ ഈ ജൂൺ 30 വരെ 374 ആക്രമണങ്ങൾ ഉണ്ടായിട്ടാണ് UCFൻ്റെ, അതായത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇത് നടന്നു വരികയാണ്. അപ്പോൾ ഇവരിതിനെ നേതാക്കന്മാർ ഇതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടോ അല്ലെങ്കിൽ BJPക്ക് ഓശാന പാടി കൊടുത്തിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മുടെ മുമ്പിലുള്ളതാണ്. ഈ മുനമ്പം സംഭവം വന്നപ്പം ഇവിടെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും MP മാർ അതിനെ സർക്കാരിൻ്റെ അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ കക്ഷികളാണ് ഇവർ. എന്നിട്ട് എന്തായി? ആ ബില്ല് പാസ്സാക്കിയിട്ട് എന്തെങ്കിലും മുനമ്പത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ പോലെ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന ഹീനമായ തന്ത്രമാണ് പലപ്പോഴും ക്രൈസ്തവ സഭാ നേതാക്കന്മാർ പയറ്റുന്നത്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ള ബോധം കേരളത്തിലെ ശരാശരി ക്രിസ്ത്യാനികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇതൊരു വലിയ സജീവ ഇഷ്യൂവായിട്ട് എടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഇതിന് എതിരായി സംസാരിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് CBCയുടെ പ്രസിഡന്റും നാവാനക്കാൻ തുടങ്ങിയത്. എന്നിട്ട് പോലും സംഘപരിവാറിനെതിരെയോ ഭരിക്കുന്ന സർക്കാരിനെതിരെയോ പറയാനുള്ള തൻ്റെ ഇടമോ നട്ടല്ലോ ഈ നേതൃത്വത്തിൽ ഇപ്പോഴും കാണിക്കുന്നില്ല. അതാണ്
ഇതിനൊരു പ്രധാന കാരണം. നിങ്ങൾക്ക് ആർജവത്തോടു കൂടി ക്രിസ്തുവിൻ്റെ സന്ദേശം പറയാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലാതെ പോകുന്നതിൻ്റെ കുഴപ്പമാണ്. കാരണം നിങ്ങളുടെ ഇടയിൽ ഈ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നിൽക്കുകയും അത് ഉപയോഗിച്ച് സർക്കാരിനെ നിങ്ങളെ ഭീഷണിപ്പെടുത്താനുള്ള സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണ് ഈ കീഴടങ്ങലിനും ഈ മൗനവ്രതം ആചരിക്കേണ്ടി വരുന്നതിൻ്റെ പ്രധാന കാരണം.